നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പരിചയപ്പെടുത്താനുള്ള ഒരാൾ ജി വിശാഖൻ. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ തെരഞ്ഞെടുപ്പ് പോകുന്ന ഇപ്പോൾ ഏതായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ലൈവൊക്കെ നടത്തിയിരുന്നു. പത്തനംതിട്ട പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയാണ് വിശാഖൻ. അപ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ നമുക്ക് പ്രധാനമായും നമുക്ക് രാഹുലിലേക്ക് തന്നെ പോകാം. അതിനു മുമ്പ് എനിക്ക് വളരെ കൗതുകമുണ്ടായിരുന്ന ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ ഹൈക്കോടതി വിചാരണ കോടതി ദിലീപ് കേസിൽ കേട്ടില്ലായിരുന്നു, മിനിയെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. ശരിക്കും ചാടിച്ചിട്ടുണ്ട്. കോടതി വന്നിരുന്ന് ഉറങ്ങുകയായിരുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെതിരെ സമൂഹത്തിൻ്റെ മുന്നിൽ, ക്യാമറയ്ക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ച ഒരാളാണ്. മറുനാടനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച ഒരാളാണ്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും ശരിയാവുകയാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് പിന്നീട് ജനങ്ങൾ പറയുന്ന അവസ്ഥ ഉണ്ടാവും. വിചാരണ കോടതി വളരെയധികം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. പലപ്പോഴേ വരത്തുള്ളൂ. അതെ, വന്നാൽ തന്നെ 10 മിനിറ്റ് ഇരിക്കുകയുള്ളൂ, അല്ലെ 20 മിനിറ്റ് ഇരിക്കുകയുള്ളൂ. ആ ഇരിക്കുന്ന സമയം അവരവിടെ നിന്ന് ഉറങ്ങുകയാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ദിലീപ് കേസിൽ എന്തുകൊണ്ട് നടിക്ക് നീതി കിട്ടിയില്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരങ്ങളിൽ ഒന്നാണ് ഇന്ന് വിചാരണ കോടതി പറഞ്ഞ അതിജീവിതയുടെ അഭിഭാഷക എന്ന് അവകാശപ്പെടുന്ന TB മിനി ഈ കേസ് ഉഴപ്പി എന്ന തരത്തിൽ ഞാനിപ്പോഴും ബലമായി സംശയിക്കുന്നത് ഈ TB മിനിയുടെ നിയമനത്തിൻ്റെ പിന്നിൽ പോലും ദുരൂഹമായ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആരോപണം ഉന്നയിക്കുന്നത് ശരിയില്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതെ, അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ കേസ് തോറ്റുപോവുകയും അവർ സമൂഹ മധ്യത്തിൽ ഇത്രയധികം രോഷാകുലിയായിട്ട്, അതായത് നീതിപീഠത്തിനെതിരെ വരെ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി. അവരുടെ വീഴ്ച മറച്ചു വെച്ച് അവരുടെ വീഴ്ച മറയ്ക്കാൻ വേണ്ടി അവർ നാട്ടുകാരെ മൊത്തം ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ദിലീപ് വിഷയത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ സത്യമാണ്. അതിൻ്റെ പല കാരണങ്ങൾ, പ്രോസിക്യൂഷൻ, പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ, അതിജീവിതയുടെ അഭിഭാഷകൻ, ഇത്തരം പല കാരണങ്ങളാണ് ഈ പ്രതിസന്ധി. വിധിക്കകത്ത് കൃത്യമായിട്ട് അക്കവിട്ട ജഡ്ജി നിരത്തിയിട്ടുണ്ട്. അദ്ദേഹം ജഡ്ജിയുടെ മുന്നിൽ ചെന്നതിനല്ലേ ജഡ്ജിക്ക് വിധി പറയാൻ പറ്റും. അത് അടിസ്ഥാനമാക്കി ഇന്ന് എത്തിയില്ലെന്ന് തോന്നുന്നു കോടതി. അവരെത്തിയില്ലെന്നാണ്. ഇല്ല, ഇന്നും അവർ കോടതിയിൽ വന്നിട്ടില്ല. അവരുടെ അഭാവത്തിലാണ് കോടതി ഇത്രയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ഭയന്ന്, അത് കോർട്ടലക്ഷ്യ കേസിലാണ് ഇന്നിപ്പോൾ ഈ വിമർശനം വന്നിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഈ TB മിനി എന്ന അഭിഭാഷക വലിഞ്ഞു കയറി എത്തിയതാണ്. ഈ കേസ് അട്ടിമറിക്കാൻ അവർക്കൊരു പ്രധാന പങ്കുണ്ട്. എത്ര വെള്ളപൂശാൻ ആളുകൾ ശ്രമിച്ചാലും അവരവർക്കൊരു പേരെടുക്കാൻ ശ്രമിച്ചു, അവർ പേരെടുത്തു. അങ്ങനെ കേരളത്തിലുള്ളവർ അവരെ അറിഞ്ഞു. പക്ഷേ അവരുടെ പിൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ചില ഇടനില ഇടപാടുകൾ അവർ നടത്താറുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഒരു അട്ടിമറി നമുക്ക് ന്യായമായിട്ടും സംശയിക്കാം. കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഫാക്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കോടതിയുടെ മുന്നിലുള്ള റെക്കോർഡ്സ് വെച്ചായിരിക്കുമല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ദിവസം മാത്രമാണ് അവർ ഹാജരായത്, 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അവർ ഹാജരായത്. ആ സമയം തന്നെ ഒരു 20 മിനിറ്റ് കൂടുതൽ കോടതിയിൽ ഇരുന്നിട്ടില്ല. അതിൽ തന്നെ കൂടുതൽ സമയവും ഉറങ്ങുകയായിരുന്നു. നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോവാം. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് ഇപ്പം സംഭവിച്ചതെന്ന് ഒരു ക്രോണോളജി ഒന്ന് പറഞ്ഞേ. എന്താണ് മിനിഞ്ഞാന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പാതിരാത്രിക്ക് പാലക്കാട്ടെ ഹോട്ടലിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നു. അവരത് അന്വേഷണ സംഘം തന്നെ ക്യാമറയിൽ പകർത്തുന്നു. അത് വളരെ വലിയ രീതിയിൽ അവർ ആസൂത്രിതമായിട്ട് തന്നെ ക്യാമറയിൽ പകർത്തുന്നു. അവർ പതുക്കെ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുപോകുന്നു. രാവിലെ ഉണർന്നെണീറ്റ്, ഞാനടക്കം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചാനലുകളിൽ ഫ്ലാഷ് കാണുന്നത് ഇതാണ്: രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായിരിക്കുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ കേസിൽ എന്തായാലും ഇയാൾ കുടുങ്ങും എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ. അപ്പോൾ ഒരു നിമിഷം നമ്മളും ചിന്തിക്കുന്നുണ്ട്, ഇനി ഒരു പക്ഷേ ഇത് ശരിയായിരിക്കാം എന്നാണ് നമ്മളത് ചിന്തിക്കുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് രാവിലെ ഒരു 6 മണിക്ക് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റുകൾ, അതായത് ഈ പരാതിക്കാരിയുടെ മൊഴി പുറത്തു വരുന്നു, പരാതി പുറത്തു വരുന്നു, വാട്സാപ്പ് ചാറ്റ് പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് സമയാസമയങ്ങളിൽ ആരോ പറഞ്ഞു വെച്ചതുപോലെ ഓരോ ചാനലുകൾക്കായിട്ട് ഓരോ ബ്രേക്കിങ്ങുകൾ കൊടുക്കുന്നു. അവസാനം ഇന്നലെ വൈകിട്ടാണ് ഇന്ന് ഭീഷണിപ്പെടുത്തൽ വരുന്നു. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങൾ പുള്ളി വിടാതെ പുറത്തു വരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് വിശാഖം പറഞ്ഞത് മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്. ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാവുന്നു, അവർ പരാതി കൊടുക്കുന്നു, പരാതിയുടെ കേസെടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഈ നാടകീയമായി ഇത് ചെയ്തത്, ഒന്ന് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലജിത്ത് പറഞ്ഞതുപോലെ ഒരിക്കലും ഇദ്ദേഹത്തിന് ഇത്ര നാടകീയമായി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒളിവിൽ പോകാൻ പറ്റില്ല. ഹീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
കോടതിയുടെ മുമ്പിലുള്ള ആളാണ്. കോടതിയുടെ മുമ്പിലാണ്. ഒരു കേസിൽ ജാമ്യം കിട്ടി, ഒരു കോടതിയിൽ നോട്ട് അറസ്റ്റ് കിട്ടി. അതെ. ഒരിക്കലും ഇയാൾക്ക് മുങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു നാടകീയമായി ഈ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ UDF-നെയും രാഹുൽ മാങ്കൂട്ടത്തിലും UDF-നെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി അതീവ നാടകീയമായി ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓർക്കണം, അല്ലെങ്കിൽ പാതിരാത്രിയിൽ അവിടെ പോയി അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതും 3-4 ദിവസം ഇയാളെ നിരീക്ഷിച്ച് അവിടെ പോയി പോലീസ് സംഘം തമ്പടിച്ച് ഇയാളുടെ ഡ്രൈവറും PA-യും പോലും വീട്ടിൽ പോയി എന്ന് ഉറപ്പാക്കിയപ്പോൾ ഒരുപക്ഷെ ഇവർ വിചാരിച്ച് കാണായിരിക്കും ഈ റെയ്ഡ് നടത്തുമ്പോൾ മുറിയിൽ നിന്ന് വല്ല പെണ്ണുങ്ങളെയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാണും. അതിലൊക്കെ ഉപരി ഇതൊരു നാടകമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നലെ വൈകിട്ട് പുറത്തു വന്നൊരു വാർത്ത. അതായത് മുഖ്യമന്ത്രിയെ അതിജീവത വിളിച്ച് കരഞ്ഞു. ആ കരച്ചിൽ മുഖ്യമന്ത്രി കേട്ടു. അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അതൊരു പ്രോപ്പഗൻഡയുടെ ഭാഗമാണ്. ഇതൊരു PR വർക്ക് തന്നെയാണ്. കൃത്യമായിട്ട് അറിയാം അത് PR വർക്ക്. കാരണം മഞ്ജുഷ എന്ന് പറഞ്ഞൊരു സാധു സ്ത്രീയുടെ കണ്ണുനീര് ഇതുവരെ തോർന്നിട്ടില്ല. അത് മുഖ്യമന്ത്രി കാണുന്നില്ല. അത് പരമാവധി അട്ടിമറിച്ചു. അത് പരമാവധി അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ കാരണക്കാരിയായിട്ടുള്ള VP ദിവ്യ എന്ന് പറയുന്ന ആള് റീൽസ് ഇട്ട് കളിക്കുകയാണ്. ഭയങ്കര സൂപ്പർ സ്റ്റാറായിട്ട് ഫാഷൻ ഓരോ ദിവസം സാരി മാറ്റി ഓരോ സ്റ്റൈലിൽ വന്ന് അവരെ വലിയ ഒരു വിപ്ലവകാരിയായി രംഗത്ത് നിൽക്കുന്നു. ഈ മഞ്ജുഷയുടെ കണ്ണുനീര് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ കണ്ണുനീര് കാണാൻ കഴിയാത്ത കണ്ണാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക്. പക്ഷേ നടിയായ അതിജീവതയുടെ കണ്ണുനീര് പുള്ളി കണ്ടു. ഇപ്പം ഈ പറയുന്ന ഈ ആളുടെയും കണ്ണുനീര് കണ്ടു. നടിയായ അതിജീവിതയുടെ കണ്ണീര് കണ്ടിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. അവരുടെ കയ്യിലെ കാശും പോയി. ഇപ്പം രണ്ടാമത് വീണ്ടും കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ദിവസമെങ്കിലും രാഹുലിനെ അകത്തിടണം. ഒരു ദിവസം അകത്തിടണമെന്ന് മാത്രമായിരുന്നില്ല, ഇതൊരു വല്ലാത്ത തിരക്കഥയാണ്. വളരെ നാടകമായി അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തിട്ട് ഓർക്കണം, എത്ര വേഗത്തിൽ പത്തനംതിട്ട എത്തിച്ചിട്ട് ഉച്ചയ്ക്ക് മുമ്പ് സാധാരണഗതിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്താൽ പരമാവധി വൈകിപ്പിച്ചാണ് ജയിലിൽ കൊണ്ടുപോകുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് എന്തിനാണ് പകൽ സമയത്ത് ചാനലുകളെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ രാത്രി അറസ്റ്റ് ചെയ്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ചാനൽ, ഇവർക്കറിയാം പത്രങ്ങൾ ഇത്ര ആഘോഷിക്കത്തില്ല. അപ്പോൾ രാവിലെ എത്തിയപ്പോൾ തന്നെ ചാനലുകളിൽ ആഘോഷം തുടങ്ങി. ഈ ആഘോഷങ്ങൾ കത്തി നിൽക്കുമ്പോൾ തന്നെ രാഹുലെ ഒരു പത്തനംതിട്ട എത്തുന്നു. പത്തനംതിട്ട മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു, ജനറാശുപത്രി കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഇതൊക്കെ ലൈവായിട്ട് കാണിക്കുക. അതിനിടയിൽ ആൾക്കൂട്ടത്തെ എത്തിക്കുന്നു, ആൾക്കൂട്ടം ബഹളം വെക്കുന്നു. ഒരു ഷോ വേറെ, അവരുടെ ഷോ. പിന്നെ യുവമോർച്ചക്കാരൻ ഒരു നേതാവിന്റെ കാലയിൽ കൂടെ പോലീസ് ജീപ്പ് കയറ്റി അയാളുടെ ഒരു കാലിന്റെ അസ്ഥി പൊട്ടിയതായിട്ട് ഒരു സംഭവമുണ്ട്. നിതിൻ എന്ന് പറഞ്ഞ ഒരു യുവമോർച്ച നേതാവിന്റെ കാലിന്റെ ഒരു ചെറിയ തള്ളവിരലിന്റെ അസ്ഥി പൊട്ടി പോലീസിന്റെ ജീപ്പിനകത്ത് ഫ്രണ്ടിൽ ചെന്ന് തടയുക. അങ്ങനെ ഇത് നാടകം അങ്ങോട്ട് അവതരിപ്പിച്ച് അങ്ങോട്ട് ഷൈൻ ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഇതിനകത്ത് ചട്ടങ്ങൾ നോക്കുക, ഒന്നും നോക്കിയിട്ട് ഒരു ചട്ടവും നോക്കിയിട്ടില്ല. ഒന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ഉടനടി അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിടാൻ പറ്റുമോ? പ്രാഥമിക അന്വേഷണം നടത്തണം. അവരൊരു മാസ് പരിപാടി അവിടെ നടത്തിയത്, കൊല മാസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു മാസ് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന നിയമലംഘനങ്ങൾ സെൻകുമാർ സാർ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ഇപ്പം തന്നെ BNS-ൽ ഒരു കേസ് വന്നാലും നോട്ടീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ഞാൻ പറഞ്ഞ സമൂഹത്തിന് അപകടമാണ്, അല്ലെങ്കിൽ മുങ്ങാൻ സാധ്യതയുണ്ട്, എങ്ങനെയാണെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യാം. പക്ഷേ എങ്ങനെയാണ് പരാതി? ഓൺലൈൻ വഴി പരാതി കിട്ടുന്നു. ഈ ഓൺലൈൻ വഴി പരാതി കിട്ടിയാൽ 3 ദിവസത്തിനകം, അതാണ് സെൻകുമാർ സാർ കേട്ടെ, 3 ദിവസത്തിനകം പരാതിക്കാരുടെ ഒപ്പ് മേടിക്കണം. ഒപ്പ് മേടിച്ചിട്ടില്ല. പരാതിക്കാരുടെ ഒപ്പ് മേടിച്ച് 2 മെഡിക്കൽ പരിശോധന നടത്തണം. പരാതിക്കാരിയെ മെഡിക്കൽ പരിശോധന. ആണ് ഇവർ ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് അറിയുന്നത്. മെഡിക്കൽ പരിശോധന. ഇത്തരത്തിൽ ഒരുപാട് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു വലിയ ഭീകരനെ പിടിക്കുന്ന പോലെ അയാൾ പിടികൂടിയാണ്. എന്നിട്ട് ഈ വാർത്തകളെല്ലാം ആരും അറിഞ്ഞില്ലെന്ന് ഓർക്കണം. ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോകൾ എങ്ങനെ പുറത്തു വന്നു? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് രഹസ്യമായി കൊടുത്തിരിക്കുന്ന ഈ പരാതി എങ്ങനെ പുറത്തു വന്നു? ചാറ്റ് വന്നു. അതായത് ഒന്നാമത്തെ ഭാഗം പോലീസിന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചകളുണ്ട്, അതീവ ഗുരുതരമായ വീഴ്ചകൾ. അതായത് ഇത് വളരെ കൃത്യമായ പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പം വളരെ നിരാശയോടെയാണ് ഏഷ്യാനെറ്റ് കാണുന്നത് ഈ ദിവസങ്ങളിൽ. ഏഷ്യാനെറ്റ് ഇത് കയറി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പിടിച്ചില്ലെങ്കിൽ അവരുടെ റേറ്റിങ്ങിനെ ബാധിക്കും. ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചാനലുകൾ ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ. പക്ഷേ അതിലേക്ക് ഈ പറയുന്ന ഒരു സ്ത്രീയുടെ ആർത്തവകാലത്തെ വിശേഷങ്ങൾ വരെ ഒരു ഉളുപ്പും ഇല്ലാതെ അവതരിപ്പിക്കുക. അതുപോലെ ഫ്രീസ് ചെയ്ത ഭ്രൂണം എന്താണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഈ വാർത്ത വയ്ക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ അച്ഛാ ഈ ഫ്രീസ് ചെയ്ത ഭ്രൂണമെന്ന് ചോദിച്ചാൽ
നമ്മൾ എന്ത് മറുപടി പറഞ്ഞു? വാർത്ത ഞാൻ തുറക്കണം. വാർത്തയാണ്, ഇതാണ് വാർത്ത. ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്വീകരണ മുറികളിൽ എത്തുന്ന വാർത്ത. അപ്പം നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവരും പറയും നമ്മൾ രാഹുലിനെ വെള്ളയടിക്കാനിരിക്കുന്നു എന്നുള്ളത്. ആ ഒരു വാർത്താ സംസ്കാരം പോയ പോക്കുകൂടെ നമ്മൾ ചിന്തിക്കണം. എന്തും നമ്മുടെ മുന്നിൽ പറയാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ആദ്യമേ പറയട്ടെ, രാഹുലിനെ വെള്ളയടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തികച്ചും അധാർമികമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, അല്ലേ? തികച്ചും അധാർമികമാണ്. ഒരു പൊതുപ്രവർത്തകൻ ഇത്തരം ശരീരത്തിൻ്റെ മോഹങ്ങളെ അതിജീവിക്കാൻ പഠിക്കണം. കാരണം അവൻ്റെ അടുത്ത് ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ വരുന്നതാണ്. ഇവൻ സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് പറയുമ്പോഴും അത് തികച്ചും അധാർമികമായ പ്രവൃത്തിയാണ്. പക്ഷെ നിയമവിരുദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. എന്നോട് ഇന്ന് ഒരുപാട് പേര് എന്നോട് കലഹിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി ജയിലിലടിച്ചത് അടിപൊളിയായിപ്പോയി, അയാൾ എന്നും ജയിലിൽ കിടക്കണമെന്ന് ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുന്നത് നിയമം ലംഘിക്കുന്നവരെയാണ് ജയിലിൽ അടയ്ക്കേണ്ടത്. അതെ, അധാർമികത ചെയ്യുന്നവരെ മറ്റേ സ്വർഗത്തിൽ പോകാതിരിക്കട്ടെ, മറ്റേ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നുണ്ടോ, അല്ലെ മോക്ഷം കിട്ടത്തില്ലായിരിക്കും. മോക്ഷം കിട്ടാതെ പോട്ടെ, ഹിന്ദു പുരാണം അനുസരിച്ച് മോക്ഷം കിട്ടാതെ പോട്ടെ, ആത്മാവ് വലിഞ്ഞു നടക്കും. ഇനി പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അയാൾ ചെയ്ത് തെറ്റാണെങ്കിൽ അയാൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ തോറ്റുപോട്ടെ. അതെ, മത്സരിക്കാൻ അയാൾക്ക് അധികാരമുണ്ട്. മത്സരിക്കാൻ അധികാരമുള്ളവർ മത്സരിക്കുമ്പോൾ തോറ്റുപോകട്ടെ. പക്ഷേ ഇയാളെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുകയും അയാളുടെ എല്ലാ അവകാശങ്ങളും, കാരണം അയാൾ ചോദിച്ചു ഏത് കേസിലാണെന്ന് ചോദിച്ചു. അതെ, പോലീസ് പറഞ്ഞില്ല. ഈ DGP ഇടയ്ക്കിടയ്ക്ക് ഓരോ സർക്കുലർ ഇറക്കുമല്ലോ, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിച്ചിരിക്കേണ്ട നിർദ്ദേശം സുപ്രീം കോടതി ഉത്തരവുള്ള ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു ആൾക്ക് ഇപ്പം രാഹുൽ അത് ചോദിക്കുമ്പോൾ നീ എന്താ സിനിമ കണ്ടിട്ട് വരികയാണോ എന്ന് വേണമെങ്കിൽ പോലീസ് തിരിച്ചു ചോദിക്കും. എൻ്റെ അനുഭവമല്ലേ, എന്നെ ഇതുപോലെ തന്നെ എൻ്റെ ഫോൺ ട്രേസ് ചെയ്ത് പിന്നാലെ നടന്നിട്ട് ഉടുപ്പിടാതെ കൊണ്ടുപോയത്. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഏത് കേസാണ്? അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അത് അപ്പോൾ തന്നെ ഇത് അറിയിക്കുകയാണ്, അതുപോലെ റെക്കോർഡൊക്കെയായിരിക്കണം ഇത്. അപ്പം ഞാൻ പറഞ്ഞു ആരെങ്കിലും അറിയിക്കണ്ടേ, സമ്മതിക്കത്തില്ല. ഇവിടെയും രാഹുലിൻ്റെ ഫോൺ അങ്ങ് മേടിച്ചു, സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ, അടിസ്ഥാനപരമായ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കുറ്റകൃത്യത്തിന് പുറത്താണ് അറസ്റ്റ് ചെയ്യുന്നത് പോലും അവരോട് പറയുന്നില്ല. അന്ന് യാത്രയിലായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് 2-3 പ്രോഗ്രാം ഉണ്ടായിരുന്നു. മറ്റേ എറണാകുളത്ത് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ കൊളവാഴയെക്കുറിച്ചൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാലടിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ശ്രീനിവാസിൻ്റെ വീട്ടിൽ പോയി. അതും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പോൾ ഏതാണ്ട് 3 മണിയായി. വരുമ്പോഴേ ഞാൻ വിവരം അറിഞ്ഞു. ഈ സമയത്ത് എന്നെ ആളുകൾ വിളിക്കുകയാണ്. 1 മണി കഴിയുമ്പോഴത്തേക്ക് അയാളുടെ രാഹുലിൻ്റെ അടുത്ത സുഹൃത്തിനെ വിളിച്ചു. അപ്പോഴാണ് പോസ്റ്റ് ഇട്ടത് ഫേസ്ബുക്കിൽ. നമുക്കൊന്നും അറിയാത്ത കാര്യമാണ് നമ്മൾ പോസ്റ്റ് ഇട്ടത്. അതിനിടയിൽ ആൾക്കാർ വന്ന് പൊങ്കാലയാണ്. കാരണം രാവിലെ എണീറ്റ് വന്നവൻ നോക്കുമ്പോഴത്തേക്ക് ഇത് ഏകദേശം പിക്ചർ ക്ലിയർ ആയി. അല്ല, എന്നെ വിളിച്ച ആള് അയാൾ രാഹുലിൻ്റെ അടുത്ത സുഹൃത്താണ്. എന്നോട് പറഞ്ഞു, രാഹുലിനെ വന്ന് കസ്റ്റഡി എടുത്തുകൊണ്ട് പോയി, കേസ് എന്നാന്ന് അറിയാമോ എന്നേരം വിളിച്ചതാണ്. ആർക്കും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ സംഭവം ഉണ്ടായി. ഇതൊരു അന്യായ സംഭവമായി പോയി. അവിടുന്ന് കൊണ്ടുപോയി. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കൂ, ഇപ്പം കോടതിയിലേക്ക് വന്നു. ഇപ്പോൾ ഇത് ഏറ്റവും രസകരമായ സംഗതി, ഇപ്പം ഞാൻ ഈ ശാസ്ത്രമംഗൽ അജിത് കുമാറുമായിട്ട് സംസാരിക്കും. അദ്ദേഹം വളരെ മിടുക്കനായ വക്കീലാണല്ലോ. അദ്ദേഹം ഇന്നലെയാണല്ലോ റിമാൻഡ് ചെയ്യുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ കൊടുത്തു. പക്ഷെ അദ്ദേഹം പോയില്ല. അപ്പം ഞാൻ ചോദിച്ചു, സാറേ അതെന്താണ് സാറ് പോകാഞ്ഞേ? സാറ് അത് ഷാജൻ, മജിസ്ട്രേറ്റ് കോടതി ഇത്രയും സെൻസിറ്റീവായിട്ട് കേസിൽ ജാമ്യം തരത്തില്ല. അതായത് മാധ്യമങ്ങളിങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നു, വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നു. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തരത്തില്ല. ഒരു ജനപ്രതിനിധിയാണ്. 3ാമത്തെ കേസാണ്. പ്രോസിക്യൂഷൻ നഖശിഖാതെ എതിർക്കും. അപ്പം നമ്മൾ പോയി ജാമ്യത്തിന് വേണ്ടി വാദിച്ചാൽ എന്നാ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇവർ ഓരോരോ ന്യായങ്ങൾ വെച്ചിട്ട് നീട്ടി വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ ജാമ്യ ഹർജിയിൽ തീരുമാനം എടുക്കാൻ ആഴ്ചകളെടുക്കും. അതിനെക്കാട്ടും നല്ലത് നമുക്ക് ജാമ്യം വേണ്ട എന്നങ്ങ് പറയുക. അപ്പോൾ എന്തു ചെയ്യും? ജാമ്യാപേക്ഷ തള്ളി കിട്ടിയ സെഷൻസ് കോടതി പോകാം. അപ്പോൾ അവിടെ തീരുമാനമുണ്ട്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ പയ്യനെ വിട്ടു, ജൂനിയറെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ചെയ്തു, നിങ്ങൾ ജാമ്യം കൊടുക്കുവോ എടുക്കുവോ, എന്നാണ് ചെയ്തത്, ഞങ്ങൾക്കൊരു വിഷയം എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് കേൾക്കുവാന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് ആദ്യത്തെ കേസിൽ സംഭവിച്ചത്. ആദ്യത്തെ കേസിൽ ഈ കീഴ്ക്കോടതി ജാമ്യം നിഷേധിക്കുന്നു, രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു, ഹൈക്കോടതി നോട്ട് അറസ്റ്റ് പുറപ്പെടുവിക്കുന്നു. അതേസമയം 2ാമത്തെ കേസ് ചെല്ലുമ്പോൾ കീഴ്ക്കോടതി അതിന് ജാമ്യം നൽകി കൊടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കീഴ്ക്കോടതി ആഗ്രഹിക്കുന്നത് ഇത് ഇവിടുന്ന് അങ്ങ് പോയാൽ മതിയെന്നാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇന്നലെ ഞായറാഴ്ചയാണ്, തിരുവല്ല മജിസ്ട്രേറ്റ് അവധിയാണ്. അത് മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ആ സമയം നോക്കി പത്തനംതിട്ട മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുകയും തിരുവല്ല മജിസ്ട്രേറ്റിന്റെ കീഴിലാണ് വരുന്നത് കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ചാണ് FIR ഇട്ടിരിക്കുന്നത്. പ്ലേസ് ഓഫ് ഒക്കറൻസ് തിരുവല്ല നഗരമധ്യത്തിലെ ഒരു ഹോട്ടലാണ്.
ആ ഹോട്ടലിലാണ്. ഏത് ഹോട്ടലായത്? അത് നമ്മൾ പേര് പറയേണ്ടത് ഓക്കെ ആവശ്യമില്ല. അത് നഗരമധ്യം നമ്മൾ പേര് പറയുന്നത് ശരിയല്ല. ഓക്കെ. അല്ല, എന്നാലും എൻ്റെ ഒരു ചോദ്യം, ഒരു സംശയം, ഇത് വന്നപ്പോൾ ഒരു സംശയം, ഈ അവനെങ്ങനെ ഈ ധൈര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഈ ഹോട്ടലിലൊക്കെ ആളുകൾ അറിയത്തില്ല. അതാണ് അവിടെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കും. ഇവർ MLA ആണ്. ആകുന്നതിന് മുമ്പാണ് യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ്. അതെ, ഇത് സർവോപരി എങ്ങോട്ട് തിരിഞ്ഞാലും പണ്ടൊക്കെ നമുക്ക് വഴിവൊക്കെ നിന്നത് മൂത്രം ഒഴിക്കായിരുന്നു. ഇപ്പോൾ അതും പറ്റത്തില്ല. കാരണം നഗ്നതാ പ്രദർശനം, ക്യാമറകളെല്ലാം ചുറ്റിനും ഇരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം കയറിപ്പോകാൻ. പക്ഷേ എന്തുകൊണ്ട് ഇദ്ദേഹം ആ ഒരു മുൻകരുതൽ ഇല്ലാതെ പോയി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അല്ല, എങ്ങനെ ആ ധൈര്യം കാണിച്ചു? അവനെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു പ്രവൃത്തികൾ. ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല, അറിഞ്ഞാലും വിഷയമല്ല. നിറകൊണ്ട പാതിരാവിൽ കുമരമ്പുഴ നീന്തി കിടന്നു എന്നാണ് ചന്തുവിനെ കുറിച്ച് പറയുന്നത് MT ബസ് എന്ന് പറഞ്ഞ ഇങ്ങനെ അവസരം വന്നപ്പോൾ അദ്ദേഹം പോയതാവാം. അല്ല, എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ അങ്ങനെ ഇതിൻ്റെ അകത്ത് ചമ്മലൊന്നും കാണത്തില്ല. അത്തരം കാര്യങ്ങൾ ഞാൻ മിടുക്കനാണ് ഈ കാര്യത്തിൽ, പിന്നെ എന്നാ കുഴപ്പമൊന്നുള്ളതായിരിക്കും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. അതിനൊരു ഇന്നലെ ഏതോ ഒരു TV ചാനലിലെ ഒരു സ്ത്രീ വിളിച്ചിട്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ടിവിയിലെ ആങ്കർ അവസാനം നാണിച്ചു പോയി. കാരണം അത്ര ഭംഗിയായിട്ട് അവർ പറഞ്ഞത്. ഇവർ അതായത് ഒരു പരാതിക്കാരി എന്തിനാണ് അയാളെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പരാതി പറയാൻ പോയത്? മാത്രമല്ല അയാൾ MLA അല്ലെന്ന് പരാതി പറയാം. പക്ഷേ ഇതിൻ്റെ നമ്മൾ ഈ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് നോക്കണം. ഇപ്പോൾ ഒന്നീ പോലീസിൻ്റെ നടപടിക്രമങ്ങളും ഈ പകവീട്ടലും കൃത്യമായ ഒരു അജണ്ടയോട് കൂടി തീർക്കാൻ ഇറങ്ങി എന്നുള്ളതാണ് ഒരു വശം. ഇനി കേസിൻ്റെ മെറിറ്റിലേക്ക് നോക്കണം. നോക്കൂ, ഈ യുവതി ഭർത്തൃമതിയാണ്. വിവാഹം കഴിഞ്ഞിട്ട് അധിക വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഭർത്താവും ഇവരും തമ്മിൽ പ്രശ്നങ്ങളില്ല. അങ്ങനെയുണ്ട്. പ്രശ്നങ്ങളില്ല. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു. തിരുവല്ലയിലെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ യുവതിയാണ്, ഇയാളല്ല. എന്ന് മാത്രമല്ല, ഹോട്ടലിൽ ആദ്യം എത്തിയത് യുവതിയാണ്, ഇയാളല്ല. അയാൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ ഹോട്ടലിൽ മുറിയെടുത്ത് കുടുംബ പ്രശ്നം സംസാരിക്കുന്നത് അത് തന്നെ അഭംഗിയാണ് ആദ്യത്തേത്. എന്ന് മാത്രമല്ല, പിന്നെ ഇവർ പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി. ഇവർ വിവാഹിതയാണ്, വിവാഹബന്ധം വാലിഡാണ്, ഒരുമിച്ച് താമസിക്കുകയാണ്, നിലനിൽക്കത്തില്ല. അതിനുശേഷം ഇവർ തമ്മിൽ സ്പ്ലിറ്റ് ആവുന്നു. സ്പ്ലിറ്റ് ആകാൻ കാര്യം എന്ന് വെച്ചാൽ രണ്ടാണ്. ഒന്ന്, ഇവൻ അത്യാവശ്യം പെൺകുട്ടികളോടൊക്കെ ബന്ധമുണ്ടെങ്കിലും കാര്യം സാധിച്ചു പോകുന്നവനാന്ന് തോന്നുന്നു. അത് അവൻ്റെ അധാർമികതയാണ്. പിന്നെ ഈ ബന്ധം വളരെ ടോക്സിക് ആവുന്നു. കൂടുതൽ തവണ വിളിക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു. ഇത് അവനെ അസ്വസ്ഥപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ഒരു നിയമപരമായ രണ്ടാമത്തെ പ്രശ്നം വരുന്നു. വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്നത് നിലനിൽക്കത്തില്ല. വിവാഹിതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വ്യക്തമായിട്ട് നിർവചിച്ചതാണ് ഈ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞ് കഴിയുകയാണെങ്കിൽ പോലും, വിവാഹമോചനം നടന്നില്ലേ പോലും ഞാൻ പിടിച്ചു നിൽക്കാം. പക്ഷെ വിവാഹം വാലിഡായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരിക്കലും ചെയ്യാം. ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കുന്ന ഒരു കുറ്റം. ഇനി അവിടെയും തീരുന്നില്ല. ഇങ്ങനെയൊരു ഭീകരമായ പീഡനം, അതായത് ശരീരത്തിലെ മുറിവേൽപ്പിക്കുന്ന ഭീകരമായ പീഡനം എങ്കിൽ പിന്നെ ആ ബന്ധം അവിടെ അവസാനിക്കണ്ടേ? അതായത് ഞാൻ മുമ്പേ പറഞ്ഞ, ഇപ്പോഴും ആ വാട്സാപ്പിൽ രാഹുൽ എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ലവ് ചിഹ്നമാണ് അതിനൊപ്പം ചേർത്തിൽ. അതെ, അല്ലെങ്കിൽ അന്നേ ബന്ധം വിച്ഛേദിച്ച് ഇവന്റെ നമ്പരും ബ്ലോക്ക് ചെയ്ത് അതെ അവർ പോകണം. ഒന്നേ കേസ് കൊടുക്കണം, ഭയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ബ്ലോക്ക് ചെയ്ത് പോകണം. പിന്നെ ഈ വരുന്ന ഫ്രീസ് ചെയ്ത ഭ്രൂണം എനിക്ക് തോന്നുന്ന ഒരു സാങ്കല്പിക കഥയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇതുവരെ ഇവരെഴുതിയ മൊത്തം കഥയും ചീറ്റി പോയിട്ടുണ്ട്. അല്ല, അതിനൊരു കാരണമുണ്ട്. ഞാൻ ഈ 3 കഥ, ഇപ്പം ഇവിടെ ഈ കമ്മികൾ ഇതിനെ ഒരു ലൈംഗിക പീഡന കേസായിട്ടല്ല അവതരിപ്പിക്കുന്നത്. അതിഭീകരമായ ഒരു, അതായത് ഇവനൊരു സൈക്കോപാത്താണ്. അങ്ങനെ ഇവനെ ഒരു സൈക്കോപാത്താക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഒരേ പാറ്റേണിൽ കഥ ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും ഒരു ടെംപ്ലേറ്റ്. അതിനിടയ്ക്കോട്ട് ഇരകട പേര് മാറി സ്പോട്ടും മാറ്റുന്നുണ്ട്, സമയവും മാറ്റുന്നുണ്ട്, തീയതിയും മാറ്റുന്നുണ്ട്, ഇരകട പേരും മാറ്റുന്നു. രണ്ടാമത്തെ കേസിനെ കുറിച്ച് പിന്നെ ഒന്നും കേട്ടിട്ടില്ല. അതും ഇമെയിലാണ്. അതൊരു ഭാവനയിൽ വിടുന്ന കേസാണ് പറയുന്നത്. ഇപ്പൊ സെൻകുമാർ സാർ പറഞ്ഞ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഇമെയിൽ ചെന്നിരിക്കുന്നത് KPCC പ്രസിഡന്റാണ്. രണ്ടാമത് ഇതേ അവസ്ഥ തന്നെയാണ്, അതിലും ബാധകമാണ്. അതെ. അല്ല, മാത്രമല്ല ആ കേസിൽ ഇവന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് എനിക്ക് ആ പെണ്ണിനെ അറിയത്തില്ലെന്നുള്ള. ആദ്യത്തെ കേസിലും മൂന്നാമത്തെ കേസിലും ഇവൻ അറിയാമെന്ന് പറയുന്നുണ്ട്, ബന്ധവൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ കേസിൽ അവൻ അറിയത്തേയില്ലെന്നാ പറഞ്ഞു. അതൊരു സാങ്കല്പിക പരാതി, സാങ്കല്പിക പരാതിയാണ്. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി അങ്ങോട്ട് എടുത്തപ്പോഴേ അതിന് ജാമ്യം കൊടുത്തു. അപ്പോൾ ഈ മൂന്നാമത്തെ കേസിൽ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കേസിൽ, ഇതിന് ശേഷം ആണ് ഇവൻ MLA ആയതിനു ശേഷമാണ് ഡിസംബറിൽ വീട് മേടിക്കുന്നതിനെ കുറിച്ചുള്ള സാധനം വന്നിരിക്കുന്നത്.
അപ്പോൾ ഇവൻ സാമ്പത്തിക ചൂഷണം ചെയ്തു എന്നാണ് സമ്മതിക്കുന്നത്. പിന്നെയും പ്രസക്തമായ ചോദ്യം, ഇവൻ ആ സ്ത്രീ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ബലാത്സംഗം ചെയ്തെങ്കിൽ ആ പെണ്ണിനെ ഒതുക്കാൻ വേണ്ടി, നിശബ്ദനാക്കാൻ വേണ്ടി അവൻ അങ്ങോട്ട് ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തു പറഞ്ഞാൽ ലോജിക്കും. അതൊക്കെയാണ് അവരെ കുറച്ച് പൈസയും കൊടുത്ത് നിനക്ക് ഞാൻ കാശ് കൊടുത്തിരിക്കുന്നു, ഇത് ഇവന് കൊടുക്കുകയാണ്. അതെ, ഇവൻ അവരെ പേടിപ്പിച്ചു, അവരെ ചൂഷണം ചെയ്തു, എന്നിട്ട് അവരിങ്ങോട്ട് പണം കൊടുക്കുന്നു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാനായിരിക്കുമല്ലോ ഫ്ലാറ്റ് മേടിക്കുന്നത്. ആയിരിക്കുമല്ലോ. അപ്പൊ എന്താണ് ഇതിനകത്ത് കഥ ഇരിക്കുന്നത് എന്ന് മാത്രമല്ല, പിന്നെ വന്നിരിക്കുന്ന ഒരു സാധനം ഭീഷണിയാണല്ലേ. ഭീഷണി ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഭീഷണി. വൈകിട്ടത്തേക്ക് വേറെ എന്തെങ്കിലും വരുമോ എന്ന് അറിയില്ല. ആ ഭീഷണി നോക്കുക. ഞാൻ ആ ഭീഷണി പരിഗണിച്ചു. ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴാണ്, ഈ ഓഗസ്റ്റിലാണ് ഈ മറ്റേ സംഭവം ഉണ്ടായല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ സംഭവം ഉണ്ടായപ്പോൾ ഇവൻ ഒരു പക്ഷേ ഇവൻ സമീപിച്ചിരിക്കുന്ന വെമ്പനാണെങ്കിൽ ലിസ്റ്റ് എടുത്ത് കാണും. അതെ, ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് വിളിച്ച് കാണും, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവൻ ഉപയോഗിച്ച പെണ്ണുങ്ങൾക്ക് ഇവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കാണും. ഇനി ഒരു പക്ഷേ വേറൊരു രീതിയിലും ചിന്തിക്കാം. ഇയാളുടെ ഈ പ്രണയിനികളെ ഇവർ തന്നെ, കേരള പോലീസ് തന്നെ ചിലപ്പോൾ നേരിട്ട് ഇറങ്ങി കണ്ടുപിടിച്ചിട്ട്, അല്ല അവിടേക്ക് വരാം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ വാർത്ത കൊണ്ട് വെളിയിൽ വരുന്നു, വലിയ ചർച്ചയായി കഴിഞ്ഞപ്പോൾ ഇവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പല പെമ്പിള്ളേരും ഇവനെ വരട്ടാൻ നോക്കി കാണും. സ്വാഭാവികമായും. അപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം, ഇവർ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവൻ അവളെ റേപ്പ് ചെയ്ത് കൊച്ചുണ്ട്. ഇപ്പം ആരും ഈ ഗർഭത്തെക്കുറിച്ച് പറഞ്ഞില്ല കേട്ടോ. ഇതിനകത്ത് ഗർഭം ആരും പറയുന്നില്ല. ഗർഭം വിട്ടു. ഈ ഗർഭത്തെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവനോട് അവൾ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഇവൻ മറുപടി പറയാണ്. അതെ, അന്ന് നമുക്ക് കാണാം. അതിൽ രാഹുലിന്റെ ചാറ്റ് മാത്രമല്ലേ പുറത്ത് കാണുന്നിരിക്കുന്നുള്ളൂ. അവളുടെ ചാറ്റ് അതിനകത്ത് വന്നില്ലല്ലേ? വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പം ഇവൻ പറയുന്നത് എന്താണ്? ഇവൻ പറയുന്നത് എനിക്ക് പോകാനുള്ളതെല്ലാം പോയി, ഇനി ഇതിനകത്ത് എനിക്കൊന്നും വരാനില്ല. അതാ ഒരു മനുഷ്യൻ അങ്ങേയറ്റം അങ്ങനെയല്ലേ പറയുന്നുള്ളൂ. അതെ, കാരണം ഏറ്റവും ഭീകരമായ ആരോപണം പുള്ളിക്കെതിരെ ആദ്യം വന്നു. ഒരു ലേഡിയെ മരുന്ന് കൊടുത്ത് കുഞ്ഞിനെ അവൻ കൊന്ന ഒരുത്തൻ. ഇനി അതിനപ്പുറത്ത് വേറൊന്നും വരാനില്ല. വരുന്ന എല്ലാം അതിനകത്ത് ഭീഷണി ഇരിക്കുന്നത്. അതാ, ബോംബ് പൊട്ടിച്ചിട്ട് പടക്കം പൊട്ടിക്കുന്ന പോലെ ഉള്ളൂ. അപ്പൊ നീ എന്നെക്കിട്ട് പണിയാൻ തന്നാ ഞാൻ നിന്റെ കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് തെറ്റുണ്ടോ? അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന് അവൻ പറയുന്നത്. ഇനി അവൻ എന്ത് നഷ്ടപ്പെടാനില്ല? അവന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം പോയി, സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പോയി, MLA സ്ഥാനം പാർട്ടി പുറത്താക്കി, MLA സ്ഥാനം ഇങ്ങനെ തുലാസ് നിൽക്കുക, ഇനിയും മത്സരിക്കുക, സീറ്റ് എടുക്കും. അയാളുടെ ജീവിതവും അയാളുടെ ഭാവിയും ആകെ തകർന്ന് തന്നെ. അയാളുടെ കുടുംബവും പെങ്ങള് എല്ലാവരും തകർന്ന് തരിപ്പണോ. ഇനി അയാൾക്ക് മുന്നും പിന്നും നോക്കാനില്ല. അതിപ്പോ നമ്മളാണേലും ഇങ്ങനെ പറയും. അത്രേ ഉള്ളൂ. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളാണെങ്കിലും ആരെങ്കിലും ഒന്ന് ഭീഷണിപ്പെടുത്തും, നീ എന്നാണ് ചെയ്യേ, അപ്പൊ ഇത് ഭീഷണി എന്ന് പറഞ്ഞത് യാതൊരു അർത്ഥമില്ല. അതൊരു സ്വാഭാവിക പ്രതികരണം മാത്രം. സ്വാഭാവിക പ്രതികരണം. അതിനെ ഒരിക്കലും ഭീഷണി. കാരണം ഇത് എന്ത് പറഞ്ഞാണ് രാഹുലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ആ പ്രകോപനത്തിന് കാരണമായ വാക്കുകൾ കാണും. അത് കണ്ട് അയാൾക്ക് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ മാത്രമല്ല, അയാൾ ഈ ഒന്നിനു പുറകെയുള്ള 2-3 കേസും ഈ ഒളിവ് ജീവിതവും എല്ലാമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ ആകെ ഈ ടെൻഷനായിരിക്കുന്ന സമയത്തായിരിക്കും ആ സമയത്ത് ആകെ പ്രശ്നമായി. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, അധികം ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. ഈ മനുഷ്യൻ വളരെയധികം ഡിപ്രസ്ഡായിട്ട് അടൂര് വീട്ടിലിരിക്കുമായിരുന്നു ഈ ആദ്യകാലത്ത്. ഇതെല്ലാം കഴിഞ്ഞ് ജാമ്യം കിട്ടിയല്ലോ. അല്ലല്ലോ, എപ്പോഴത് ആദ്യം വാർത്ത പൊള്ളി വന്നു, കേസ് വരുന്നു, വെളി വരുന്നു. അല്ല, അതെല്ലാം പടിപടിയായിട്ടാണല്ലോ വരുന്നത്. ഒരു നടി വിളിച്ച് പറയുന്നു. അല്ലല്ല, ഇത് കഴിഞ്ഞിട്ട്, അതായത് ഇയാളുടെ ഒളിവ് ജീവിതം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ജാമ്യം കിട്ടിയിട്ട് അറസ്റ്റ് കിട്ടിയിട്ട് അയാൾ വീട്ടിൽ ഇരുന്ന അയാൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഉറക്ക ഗുളിക കഴിച്ചാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം വെളിയിലിറങ്ങാൻ പറ്റത്തില്ല, ഉറക്കം കിട്ടത്തില്ല, നാണക്കേട്. ചാനലുകൾ മുഴുവൻ ഇയാളുടെ വീടിന്റെ പുറമേ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്, കൂളായിട്ട് നിൽക്കുന്നുണ്ട്. അത് പുറത്ത് മാത്രമാണ്. നമുക്കറിയത്തില്ല ഒരാൾക്ക് മനോവ്യത ഉണ്ടാകുന്നു. വീടിന്റെ മുറ്റത്ത് പത്രക്കാർ, ചാനലുകാർ, ഈ അവസ്ഥയിലായിരിക്കും ഈ കോളുകൾ വരുന്നത്. അതെ, അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചിട്ടുണ്ടാവും. അതിനെ ഒരിക്കലും ഭീഷണി മുഴക്കി ചുമ്മാ ആദ്യമേ ഇയാൾ അങ്ങോട്ട് ഭീഷണി മുഴക്കുകയാണെങ്കിൽ ഓക്കെ. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇയാൾ ആദ്യം അങ്ങോട്ട് കയറി കൊടുക്കാനുള്ള സാഹചര്യമില്ല. തിരിച്ചിങ്ങോട്ടാകാം വന്നിരിക്കുക. എന്തായാലും ഇതെല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഇതിന് പിന്നീടൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഇതും പരാജയപ്പെട്ടാൽ വീണ്ടും ആളിനെ ഇറക്കാനുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ PK സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു CPM-ന്റെ ഒരു സൈബർ പോരാളിയുണ്ട്. ഈ PK സുരേഷ് കുമാറാണ് CPM-ന് പല റേഞ്ചുള്ള ആളുകളുണ്ട്. അതിലൊരാളാണ് PK സുരേഷ്. ഇയാൾ കോടതിക്കെതിരെയൊക്കെ നിരന്തരമായി പോസ്റ്റ് ഇടും. ഈ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെയൊക്കെ ഭീകരമായിട്ട് അധിക്ഷേപിക്കുകയും ചെയ്ത്
ഇയാളുടെ ചില പോസ്റ്റുകൾ കോടതി അലക്ഷ്യ കേസാവും ഒക്കെ ചെയ്തിട്ടുണ്ട്. കോടതി അലക്ഷ്യ കേസ് കിട്ടുന്നത് ഈ പി.കെ. സുരേഷ് കുമാർ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോക്സോ 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 എന്നാണ്. അതെ, ഇയാൾക്കെതിരെ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇയാൾക്കെതിരെ പോക്സോ ആയിരിക്കും. പോക്സോ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ യാതൊരു എക്സംഷനും ഇല്ലല്ലോ. ഇല്ല, അത് ഏത് തരമായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇവർ മറന്നു പോകുന്നൊരു കാര്യം, ഒന്നിവരുടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി നിയമ സംവിധാനങ്ങൾ വെല്ലുവിളിക്കും. 2 കേസുകളിൽ നോട്ട് അറസ്റ്റ് കോടതി പറഞ്ഞപ്പോൾ മറ്റൊരു കേസ്. അപ്പോൾ പിന്നെ ലോകത്ത് ആരാണ് സേഫ്? ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, നമ്മുടെ കേസിൽ നമ്മളെ വേട്ടയാടുന്ന സമയത്ത് വാർത്തയിലെ എന്തോ തെറ്റി ചൂണ്ടിക്കാണിച്ചൊരു പോക്സോ കേസ് എടുക്കാൻ ഒരു നീക്കം അൻവറിന്റെ നേതൃത്വത്തിൽ നടന്നു. അടുത്തത് നിനക്ക് പോക്സോ ആണെന്നും പറഞ്ഞ് വാർത്ത വന്നിരുന്നു. ഏതാണ്ട് ഇത് തമ്മിൽ ഒരുപാട് സമാനത കൊണ്ട് ഈ കേസെടുക്കുന്ന രീതിയിലും വേട്ടയാടുന്ന രീതിയിലും. അല്ല, ഇത് പലപ്പോഴും എന്നെ കുറ്റം പറയുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നോട് ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. ഈ സമയത്ത് ഞാൻ ആകെപ്പാടെ വാർത്തയുടെ പേരിലായിരുന്നു വേട്ടയാടപ്പെട്ടതെന്ന് മാത്രം. പക്ഷേ ഈ സമയത്തും ഇവിടുത്തെ റിപ്പോർട്ടർ ചാനലായിക്കോട്ടെ, 24 ആയിക്കോട്ടെ, മീഡിയ 1 ആയിക്കോട്ടെ, കൈരളി ആയിക്കോട്ടെ, ഇവരൊക്കെ ഞാൻ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരനാണ്, ജയിലിലാവേണ്ടവനാണ് എന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചത്. ഇതേ സോഷ്യൽ മീഡിയ ബുദ്ധിജീവികൾ എന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ആനന്ദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവർ ഒരാളോട് പകയുണ്ടായാൽ അവനെ സ്കെച്ച് ചെയ്തിട്ട് അവൻ്റെ പിന്നാലെ നടന്ന് ശല്യം. എൻ്റെ ആദ്യത്തെ കേസിൽ ഞാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജാമ്യം എടുത്ത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അടുത്ത കേസ് എടുത്തു ഇവർ. അതെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നിൽ തീരുന്നു. നമ്മൾ ഇല്ല, എത്രയോ കേസുകൾ എടുത്തു, എത്ര തവണ വന്നു. ഇവിടെ രമേശ് പറയും, അയ്യപ്പൻ പറഞ്ഞു നീ ജയിലിൽ പോകണ്ട, പകരം തന്ത്രി പോട്ടെന്ന് പറഞ്ഞു. പോകേണ്ടവർ പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവം നമ്മളെ സംരക്ഷിച്ചതുകൊണ്ട്. ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ തിരക്കഥ എഴുതുന്നവന്മാർ യാതൊരു നിയമപരിജ്ഞാനവും ഇല്ലാത്ത മണ്ടന്മാരാണ്. അതുപോലെ തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കെങ്കിലും ഒന്ന് ചിന്തിക്കാം. ഈ കേസ് എടുത്ത കീഴുദ്യോഗസ്ഥർ ധാരാളം പറയുന്നുണ്ട്, സാർ ഈ കേസ് നിലനിൽക്കില്ല എന്ന് അവർ മേളിലോട്ട് വരും. തന്നോട് പറഞ്ഞു ചെയ്താൽ മതി എന്നേ അവരോട് പറയും. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചു അതാണ്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ പറ്റുന്നില്ല. ബലാത്സംഗ കേസല്ല അതാണ്. അപ്പം അത്തരമൊരു സാഹചര്യം മാത്രമല്ല, എനിക്ക് തോന്നുന്നു വലിയ നേതാക്കളാണെങ്കിലും ഇത്തരമൊരു ക്രൈസിസിനെ കൈകാര്യം ചെയ്യാനുള്ള സിസ്റ്റം ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ആ സിസ്റ്റം ഉണ്ട്. അതെ, ആ സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്നത് കൊണ്ടാണ്. എന്തായാലും പിണറായി പക വീട്ടാൻ വേണ്ടി നിയമവിരുദ്ധമായി അയാളെ അവസാനം ജയിലിൽ അടയ്ക്കണമെന്ന് കരുതിയ തരത്തിലേക്ക് ഇത് മാറി. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി രാഹുൽ ആൾ ശരിയല്ല, വെടുപ്പല്ല എന്ന് ജനം മനസ്സിലാക്കി. പക്ഷെ ആ വെടുപ്പല്ലായ്മ ജനം അങ്ങ് സഹിക്കും. ഇരകളുടെ പശ്ചാത്തലമാണ് ജനങ്ങളെ ഏറ്റവും അധികം പ്രകോപിപ്പിക്കുന്ന കാര്യം. കാരണം ഭർത്താവ് ഉണ്ടായിരിക്കെ അന്യപുരുഷനെ വിളിച്ചുകൊണ്ട് പോയി അയാളുമായിട്ട് ബന്ധം പുലർത്തിയ ശേഷം അയാളെ വിളിച്ച്. അതേസമയം CPM-ലെ എത്രയോ നേതാക്കന്മാർ ഇതുപോലെ ഒരിക്കലും ചർച്ചയാവുന്നില്ല. ഇല്ല, CPM-ലെ എത്ര PT കുഞ്ഞുമുഹമ്മദിനെ കുറിച്ച് ഇപ്പം വന്നു. PT കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം കിട്ടാൻ അവന് വെയിറ്റ് ചെയ്തു. WCC എന്ന് പറയുന്ന വിമൻസ് സംഘടന ഉണ്ടല്ലോ സിനിമയിലെ, അവരൊക്കെ ആവുന്ന പണി ഇയാൾക്കെതിരെ, ദിലീപിനെതിരെ കടന്ന് ബഹളം ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഇങ്ങനെ ഇത്രയും വലിയൊരു പരാതി വന്നപ്പം അയാൾ ഒരു വന്ധ്യ വയോധികനല്ലേ എന്ന് പറഞ്ഞിട്ടാണ് രക്ഷിക്കാൻ നോക്കി. എന്നാൽ ഈ പറയുന്ന യാതൊരു പ്രതികരണവും ഇവരുടെ ഭാഗത്തും ഒരു പ്രതിഷേധവും നമ്മൾ കാണുകയുണ്ടായിട്ടില്ല. അല്ല, എല്ലാ കാര്യത്തിലും CPM-ന്റെ കാര്യത്തിൽ അത് ചർച്ചയല്ല, വിവാദമല്ല, ഒന്നുമല്ല. രാഹുൽ സർക്കാരിന് തലവേദനയാണ്. ഈ സോഷ്യൽ മീഡിയയിലെ CPM സൈബർ പോരാളികൾക്ക് തലവേദനയാണ്. ചാനൽ ചർച്ചകളിൽ വരുന്ന CPM-കാർ തലവേദന. കഴിഞ്ഞ ദിവസം റെജി ലൂക്കോസ് പോയപ്പോൾ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു. രാഹുൽ ഇട്ട ആ പോസ്റ്റ് വളരെ ഇതാണ്. അതായത് ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ ഒരുത്തൻ കടലിലെടുത്ത് ചാടി കളഞ്ഞു എന്നാണ്. അതിനകത്ത് ക്യാപ്റ്റൻ മുങ്ങി, അതിന് ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാത്ത ഓരോരുത്തർ ചാടി രക്ഷപ്പെടുന്നു എന്ന് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു. ആ ഒരു പോസ്റ്റാണ് ഇവരുടെ പ്രശ്നം. രാഹുലിന്റെ പോസ്റ്റിന് കിട്ടുന്ന സ്വീകാര്യത പിണറായിക്ക് കിട്ടുന്നില്ല. ഇല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ഇതായത് രാഹുൽ പെണ്ണുപിടിയനാണെങ്കിലും അത് കുഴപ്പമില്ല, ഈ കൊള്ളക്കാരും ക്രിമിനലുകളെക്കാൾ ഭേദമാണെന്നാണ് ജനം വിശ്വസിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. അത് കൊള്ളേണ്ടടത്ത് കൊണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അയാളെ പിടിച്ച് ജയിലിലിട്ടേക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തുറന്നു പറയാം. ഈ വേട്ട, രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഈ അഭ്യാസം അത് രാഹുലിന് ഗുണം ചെയ്യും. രാഹുൽ ഇതിന് ശേഷം ഇതിനൊരു ജാമ്യം എടുത്ത് കിട്ടി വന്നതിന് ശേഷം രാഹുൽ പോയി പാലക്കാട് സ്വതന്ത്രനായി മത്സരിച്ച് ചിലപ്പോൾ ജയിച്ചെന്ന് വരും. അതെ, കോൺഗ്രസ് പാർട്ടിയെങ്കിലും ദയവായി മനസ്സിലാക്കാൻ, രാഹുലിനെ പേരിൽ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ CPM വരും. ഇപ്പം ഉണ്ണിത്താനൊക്കെ ബഹളം വെക്കുന്നുണ്ട്. ഈ ഉണ്ണിത്താൻ അടക്കമുള്ളവരുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പം ഈ പഴയ നേതാക്കന്മാരുടെ എല്ലാം ചരിത്രം മോശമാണ്. അന്ന് പിന്നെ സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു, ഇന്റർനെറ്റും ഇല്ലായിരുന്നു. ഉണ്ണിത്താന്റെ ആ പടങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ ഇപ്പോഴും ഉണ്ട്. അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു പടം ഇപ്പോഴും ലഭ്യമാണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെങ്കിലും നിശബ്ദത പാലിക്കുക. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് പറഞ്ഞു നിൽക്കാൻ വഴിയുണ്ട്. എന്താണ്? ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, MLA സ്ഥാനത്ത് പുറത്താക്കി, ഞങ്ങൾക്ക് അധികാരമില്ല, അത് സ്പീക്കർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നിങ്ങൾ ദയവായി ഇയാളെ വേട്ടയാടാൻ നിർത്തുക.
കാരണം ഇയാളെ മനഃപൂർവ്വം പിണറായി വിജയൻ UDF ലക്ഷ്യമിട്ട് വേട്ടയാടുന്ന, അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. തെരഞ്ഞെടുപ്പിന് ഇനി അജണ്ടയൊന്നുമില്ല, ജനങ്ങളെല്ലാം അകന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുഖ്യ വിഷയമായിരുന്നല്ലോ, മുഖ്യ വിഷയമായി. അപ്പോൾ അതുകൊണ്ട് ദയവായി വിട്ടുകളയുക. രാഹുൽ ഒറ്റയ്ക്ക് ഇത് പോരാടിക്കൊണ്ട് നിങ്ങൾ സഹായിക്കേണ്ട, ഉപദ്രവിക്കാതിരിക്കുക. എന്തായാലും പിണറായി വിജയൻ ഇതിന് പണി കിട്ടുമെന്ന് തീർച്ചയാണ്. ഇങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ചാനലുകളും സോഷ്യൽ മീഡിയ ഒക്കെ ഇവർ ഉയർത്തിയെടുത്താലും സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ ഇതൊരു വേട്ടയാടലായി കരുതും. അത്രയേ ഉള്ളൂ. അവൻ ചെയ്തത് ശരിയല്ല എന്ന് തോന്നലുള്ളവർക്ക് പോലും അതിന് അവനോട് ഇങ്ങനെ ഉപദ്രവിക്കണമെന്ന് തോന്നലുണ്ടാവും. എന്തായാലും ഇത് പിണറായിയുടെ വിനാശകാല വിപരീത ബുദ്ധി എന്ന തരത്തിൽ പിണറായിയുടെ ഭാഗത്തുണ്ടായ ഒരു തിരിച്ചടിയായി, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. രാഹുൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെ വളരെ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ച തന്നെ രാഹുലിന് ജാമ്യം കിട്ടും. നമുക്ക് കാത്തിരിക്കാം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. നന്ദി. നമസ്കാരം.